കൂട്ടത്തിൽ പെട്ടെന്ന് ഒരാൾ വീണു, അപ്പൊ എന്താ തോന്നിയത്? അല്ല, ആ വീഴ്ചയിൽ സത്യത്തിൽ നമുക്കൊക്കെ വലിയ സങ്കടമുള്ള വീഴ്ചയാണ്. അത് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഇവരിലേക്കാളൊക്കെ കൂടുതൽ എനിക്കൊരു വളരെ ക്ലോസ് റിലേഷൻ ഉണ്ടായിരുന്ന ആളായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനുണ്ടായ ഒരു വീഴ്ച, അത് സ്വാഭാവികമായിട്ടും നമുക്കൊക്കെ ഒരു വിഷമം ഉണ്ടാക്കുന്ന വീഴ്ച തന്നെയായിരുന്നു. പക്ഷെ അദ്ദേഹം അത് തിരുത്തി വരുമെന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. അതൊരു പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒന്നായിരുന്നു? അങ്ങനെയല്ല, ഇത് നമുക്കറിയുന്നതിനൊക്കെ പല പേഴ്സണൽ കാര്യങ്ങളൊന്നും, അങ്ങനെ ഒരു വളരെ അൾട്രാ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മളങ്ങനെ ഷെയർ ചെയ്യണമെന്നൊന്നുമില്ലല്ലോ. അപ്പോൾ പേഴ്സണൽ ഇതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ പല കാര്യങ്ങളും ഉണ്ട്. വ്യക്തിപരമായ ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ ചൂഴ്ന്നിറങ്ങിയൊന്നും അഭിപ്രായം തേടാറുമില്ല, ചോദിക്കാറുമില്ല. എന്നാൽ ചില കാര്യങ്ങളിൽ, പറയേണ്ട കാര്യങ്ങളിൽ അഭിപ്രായമൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ പേഴ്സണലായി ഷെയർ ചെയ്യാറുള്ള ആളുകളായിരുന്നു. പക്ഷെ എന്നിരുന്നാൽ തന്നെയും ഇനിയിപ്പോൾ അതിൻ്റെ എന്ത് കാരണങ്ങളാണെങ്കിലും ആ വീഴ്ചയിൽ എനിക്ക് വളരെ വിഷമമുണ്ട്. കാരണം ഞങ്ങൾ ഒരേ രീതിയിൽ പ്രവർത്തിച്ചു വന്നവരായിരുന്നു, ഞങ്ങൾ ഒരുപാട് ക്ലോസ് റിലേഷൻസ് ഉള്ളവരായിരുന്നു. അപ്പോൾ പക്ഷേ എങ്കിൽ പോലും ഞാൻ പ്രതീക്ഷിക്കുന്നു അയാൾ തെറ്റിദ്ധരുത്തി തിരിച്ചു വരും എന്നുള്ളത് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ ഈ വിഷമത്തിൻ്റെ ഇടയ്ക്കും സംഘടനയ്ക്കുള്ളിൽ നിന്ന് തന്നെ ഒരു കട്ടപ്പ എന്നുള്ള വിളി കേട്ടിട്ടുണ്ടല്ലോ. അതൊരു തെറ്റിദ്ധാരണയായിരുന്നു. സംഭവം ആ വിഷയം ഉണ്ടായിക്കഴിഞ്ഞ് ഒരു 2 ദിവസത്തിനുള്ളിൽ, അപ്പോൾ ഇതിനെ സംബന്ധിച്ച് സംഘടനയ്ക്കുള്ളിൽ ഒരു ചർച്ച വന്നപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഇഷ്ടമുണ്ടായിരുന്ന കുറേ ആളുകൾ പെട്ടെന്ന് കാരണം ഇതിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് ബെനിഫിഷ്യറി ആയി വരുന്നത് ഞാനാണ് എന്നുള്ളതായിരുന്നു അവരുടെ ധാരണ. അപ്പോൾ അവരിതിനകത്ത് എൻ്റെ പേര് വലിച്ചഴിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷേ അവർ തന്നെ തെറ്റിദ്ധരുത്തിക്കൊണ്ട് ഇപ്പോൾ ആ പോസ്റ്റ് ഇട്ടവർ, അതൊരു ഞങ്ങളുടെ ഒരു ഇൻറ്റേർണൽ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന മെസ്സേജുകളായിരുന്നു. ആ മെസ്സേജ് ഇട്ടവർ ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ആ മെസ്സേജ് ഡിലീറ്റ് ചെയ്ത്, ആ ഇട്ട മെസ്സേജുകൾ മുഴുവൻ ഡിലീറ്റ് ചെയ്ത് അവരെന്നെ വിളിച്ച് വ്യക്തിപരമായ ക്ഷമ ചോദിക്കുകയും അത് അവർക്ക് പറ്റിയൊരു അബദ്ധമാണ് എന്ന് പറയുകയും ഒക്കെ ചെയ്തു. പിന്നെ അതൊക്കെ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള അവരുടെ ഒരു വൈകാരിക അന്തരീക്ഷത്തിൽ ചെയ്യുന്നതാണ്. അപ്പം അതൊന്നും അത്ര അതിൻ്റെ സെൻസിലെടുത്ത് പെരുമാറണമെന്നാണ് ഞാൻ കരുതുന്നത്. ഈ ഒരു വിഷയത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഭാവി ഇനി എന്താണ്? ഭാവി ഇല്ലാതായിപ്പോയി, രാഷ്ട്രീയ ഭാവി ഇല്ലാന്നൊരു പൊതുവെ ഒരു പറച്ചിലുണ്ട്. അപ്പം താങ്കൾക്ക് തോന്നുന്നുണ്ടോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ഭാവി ഇതോടെ അവസാനിച്ചു എന്ന്? ഞാൻ അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. അദ്ദേഹത്തിന് ഈ കേസ് ലീഗൽ വിഷയങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തിക്കൊണ്ട് തിരിച്ചു വരാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.